Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ പരിപ്പ് പായസമാണ് ചെയ്യുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ചെറുപയർ പരിപ്പ് അഥവാ ചെറുവേറ്റും പരിപ്പ് 250 ഗ്രാം ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഈ പരിപ്പ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്താൽ മാത്രമേ ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് തോന്നുള്ളൂ. കണ്ടോ, നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കുക്കറിലേക്ക് ചെറുവേറ്റും പരിപ്പ് അഥവാ ചെറുപയർ പരിപ്പ് മാറ്റിയതിന് ശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ കൊണ്ട് ചെറുവേറ്റും പരിപ്പ് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലുമാണ് എടുക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് 2-ാം പാലാണ് എടുക്കുന്നത്. നമ്മൾ പായസം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 1-ാം പാൽ ചേർക്കുന്നുണ്ട്, 2-ാം പാൽ ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര ഉരുക്കാനായിട്ട് വേറെ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വല്ലാതെ ലൂസായി പോകും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് 2-ാം പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 കപ്പ് 2-ാം പാലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഞാനിവിടെ 250 ഗ്രാം ചെറുവേറ്റും പരിപ്പാണ് എടുത്തേക്കുന്നത്. അതിന് 400 ഗ്രാം ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് അരിച്ച് പായസത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൽ ചെറിയ ഡേർട്ടോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ശർക്കര 2-ാം പാലിൽ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചെറുവേറ്റും പരിപ്പും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതുപോലെ അരിച്ചു ചേർക്കാം. ഇപ്പം നമുക്ക് കിട്ടുന്ന ശർക്കരയിൽ അങ്ങനെ ഡേർട്ടൊന്നും കാണാറില്ല, എങ്കിലും നമുക്കൊന്ന് അരിച്ചു ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഈ ശർക്കരയിൽ കിടന്ന് ചെറുവേറ്റും പരിപ്പ് തിളക്കട്ടെ. ഇങ്ങനെ ശർക്കരയും ചെറുവേറ്റും പരിപ്പും കൂടെ കുറച്ച് നേരം തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് പ്രിപ്പയർ ചെയ്തെടുത്തേക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് തേങ്ങാപ്പൊടിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പായസം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ശർക്കരയിൽ കിടന്ന് നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ നിറം കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് എടുത്തേക്കുന്ന 1.5 കപ്പ് 1-ാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല കട്ടിക്കുള്ള 1-ാം പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കാനായിട്ട് നിൽക്കണ്ട. പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെറുവേറ്റും പരിപ്പ് പായസത്തിന് ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി പായസത്തിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഗാർണിഷാണ്. അതിനായിട്ട് ഒരു പാൻ നമുക്ക് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് 6 ഏലക്കായ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ചതച്ച് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലത് പായസം ഉണ്ടാക്കുമ്പോൾ ചുക്കും ജീരകവും കൂടെ പൊടിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഏലക്കായൻ്റെ ഒപ്പം. എന്തുകൊണ്ടും ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പായസത്തിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നമുക്ക് കിസ്മിസ് കൂടി വറുത്തിടാം. കാഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടി വറുത്തിടാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കാഷ്യൂസ് ഇല്ല. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുവേറ്റും പരിപ്പ് പായസം ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ ചിരണ്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്താൽ മതിയാകും. ചെറുവേറ്റും പരിപ്പ് പായസം തയ്യാറാക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തേത് പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാനും, രണ്ടാമത്തേത് വേവിച്ച പരിപ്പ് ശർക്കരയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.